ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ ഓഫീസ് തകർക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട ഇസ്രായേൽ തലസ്ഥാനമായ ടെഹ്റാനിലെ സർക്കാർ കെട്ടിടങ്ങൾ അടക്കം തകർത്തുവെന്ന് ഇസ്രായേൽ അറിയിച്ചു. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട്. അതുല്യ, ഇറാന്റെ പരമോന്നത നേതാവിനെ കൊല്ലപ്പെട്ടതിനു ശേഷം ഇറാൻ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇപ്പോൾ വരുന്നത്. എന്തായാലും ഇപ്പോൾ ഖമനയുടെ ഓഫീസ് തകർക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ടെഹ്റാനിലെ സർക്കാർ കെട്ടിടങ്ങൾ അടക്കം തകർത്തു എന്നാണ് ഇസ്രായേൽ അറിയിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് കാണിക്കുന്ന ഈ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് തന്നെയാണ്. അത് ഇപ്പോൾ ഈ ആയത്തുള്ള ഖമേനി, അതായത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയുടെ കൂടിക്കാഴ്ച നടത്തുന്ന സ്ഥലം, ഓഫീസ്, അതുപോലെ തന്നെ ഇറാൻ ഭരണകൂടത്തിൻ്റെ തന്ത്രപ്രധാനമായ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നിവയടങ്ങുന്ന ഒരു വലിയ കെട്ടിട സമുച്ചയമാണ്. ആ കെട്ടിട സമുച്ചയം ഇസ്രായേൽ തങ്ങളുടെ വ്യോമ ആക്രമണത്തിൽ തകർക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്. ഇറാന്റെ പ്രതിരോധ സൈന്യം അല്പസമയം മുൻപാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ഇറാന്റെ ഭരണകൂടം അല്ലെങ്കിൽ ഇറാന്റെ തീവ്രവാദ ഭരണകൂടത്തിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് തകരുന്ന ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞ് ആ ഒരു ക്യാപ്ഷനോടുകൂടിയാണ് ഇസ്രായേൽ പ്രതിരോധ സൈന്യം ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ, അതല്ലെങ്കിൽ ഇന്നലെ നടന്ന ആക്രമണത്തിലാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേയി കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചത്. അത് ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ ഒരു സ്ഥിരീകരണം വന്നത്. ആക്രമണം നടന്നത് ഇന്നലെയാണെങ്കിലും ആയത്തുള്ള ഖമേനി കൊല്ലപ്പെട്ടുവെന്നും ഈ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഖമനേയുടെ മൃതദേഹത്തിൻ്റെ ചിത്രങ്ങൾ ലഭിച്ചു. ആ ചിത്രങ്ങൾ നെതന്യാഹുവിനെ, അതായത് ഇസ്രായേൽ പ്രസിഡന്റ് നെതന്യാഹുവിനെ കാണിച്ചു എന്നതടക്കമുള്ള സ്ഥിരീകരണം ഇന്നാണ് പുറത്തു വന്നത്. ഇപ്പോൾ ആ ഇറാനിയൻ സുപ്രധാനമായിട്ടുള്ള ഇറാൻ റെജീമിൻ്റെ അല്ലെങ്കിൽ ഇറാൻ ഭരണകൂടത്തിൻ്റെ സുപ്രധാനമായ കെട്ടിട സമുച്ചയം തകരുന്ന ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ പ്രതിരോധ സൈന്യം ഇന്ന്, അതായത് ഇന്ത്യൻ സമയം അല്പസമയം മുൻപ് ഉച്ചയോടുകൂടിയാണ് ഈ തീവ്രവാദ ഭരണകൂടം തകർന്നടിയുന്ന ദൃശ്യങ്ങൾ എന്ന പേരിൽ ഇപ്പോൾ ഈ ഡ്രോൺ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ഇസ്രായേലിൻ്റെ ആളില്ലാ വാഹനങ്ങൾ അല്ലെങ്കിൽ ഡ്രോണുകൾ, അൺമാൻഡ് വെഹിക്കിൾസ്, UAV എന്നറിയപ്പെടുന്ന ചെറിയ ഡ്രോണുകളാണ് ഈ ദൃശ്യം പകർത്തിയത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത്. എന്തായാലും ഈ ആയത്തുള്ള ഖമനേയുടെ മരണം, അതിന് പിന്നാലെ ഇറാൻ അവരുടെ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. മധ്യസ്ഥതയ്ക്കുണ്ടായിരുന്ന ഒമാനെ പോലും വിടാതെ ഇസ്രായേലും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. പ്രധാനമായും ഇസ്രായേലിന് നേരെ വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ നിലവിൽ ടെല്ലവീവിലും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലും, ഇസ്രായേലിൻ്റെ തലസ്ഥാനമാണ് ടെല്ലവീവ്, പ്രധാനപ്പെട്ട ഭരണകൂടവും അതുപോലെ തന്നെ ഇൻ്റലിജൻസ്, പ്രതിരോധ മന്ത്രാലയങ്ങളും അടക്കമുള്ള എല്ലാം നിലനിൽക്കുന്ന സ്ഥലമാണ് ടെല്ലവീവ്. ഈ ടെല്ലവീവിലും പരിസര പ്രദേശങ്ങളിലും അതുപോലെ തന്നെ ഇസ്രായേലിന് ഏറെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പരിപാവനമായി കണക്കാക്കുന്ന ജെറുസലേമിലും അതോടൊപ്പം തന്നെ അധിനിവേശ വെസ്റ്റ് ബാങ്കിലും വലിയ രീതിയിൽ ആക്രമണ സാധ്യതയുള്ളതായി ഇപ്പോൾ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അതായത് ഉച്ചയ്ക്ക് ശേഷം അവിടെ വ്യോമാക്രമണം അല്ലെങ്കിൽ എയർ സ്ട്രൈക്കുകൾക്ക് സാധ്യതയുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് സൈറണുകൾ മുഴക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ടെല്ലവീവിലും ജെറുസലേമിലും വലിയ രീതിയിൽ ജാഗ്രത പാലിക്കണമെന്ന് ഇസ്രായേലി ഹോം ഫ്രണ്ട് കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹൈഫ നഗരത്തിലും അതുപോലെ തന്നെ ഹൈഫ ഉൾക്കടലിലും പരിസരങ്ങളിലും ഇത്തരത്തിൽ വ്യോമാക്രമണത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഇറാന്റെ ആക്രമണങ്ങളിൽ വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റി അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആളപായം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും കെട്ടിടങ്ങൾക്ക് വലിയ രീതിയിൽ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ആക്രമണങ്ങളിൽ കുറഞ്ഞത് 40-ലധികം കെട്ടിടങ്ങളെങ്കിലും തകർന്നിട്ടുണ്ട്. മാത്രമല്ല 200-ലധികം താമസക്കാരെ നിലവിൽ ഇസ്രായേൽ അവരുടെ വീടുകളിൽ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട്. ടെല്ലവീവിലെ ഹോട്ടലുകളിലേക്കാണ് ഈ താമസക്കാരെ എല്ലാം തന്നെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ഇത് ഇസ്രായേലിലെ ടെല്ലവീവ് നഗര മുനിസിപ്പാലിറ്റിയെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേലി വാർത്താ മാധ്യമമായിട്ടുള്ള ഹാരറ്റ്സ് ആണ് ഈ വിവരം റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. നിലവിൽ അവിടെ 40-ലധികം കെട്ടിടങ്ങൾക്ക് അല്ലെങ്കിൽ പാർപ്പിട കെട്ടിടങ്ങൾ അടക്കമുള്ള റെസിഡൻഷ്യൽ ഏരിയയിലെ കെട്ടിടങ്ങളടക്കം ഉള്ള 40-ലധികം കെട്ടിടങ്ങൾക്കാണ് നാശനഷ്ടം സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ തിരിച്ച് ഇസ്രായേലും വലിയ രീതിയിലുള്ള പ്രത്യാക്രമണം തന്നെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്.
ഇറാനിലെ രാജ്യവ്യാപകമായിട്ടുള്ള ഇന്റർനെറ്റ് വിച്ഛേദം ഇപ്പോൾ 24 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു ആഘാതം തന്നെയാണ് ഇസ്രായേൽ ആക്രമണത്തിൽ നേരിട്ടത്. പ്രത്യേകിച്ചും ഒരു യുദ്ധത്തിൻ്റെ വക്കിലായിരുന്നു ആക്രമണം. ഏതൊരു സമയത്തും പ്രതീക്ഷിച്ചിരുന്നു എങ്കിൽ പോലും ഇന്നലത്തെ ആക്രമണം പെട്ടെന്നുള്ള ഒരു ഇത് തന്നെയായിരുന്നു. അതിനാൽ തന്നെ ഇറാന് വലിയ രീതിയിലുള്ള നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി പലയിടങ്ങളിലും വൈദ്യുതി അതുപോലെ തന്നെ കണക്ടിവിറ്റി വിച്ഛേദം നിലനിൽക്കുകയാണ്. തകർന്നുപോയ വൈദ്യുത പോസ്റ്റുകളും മറ്റും ഇപ്പോഴും അങ്ങനെ തന്നെ തകർന്നിരിക്കുന്നതിനാൽ ഈ വൈദ്യുതിയും അതുപോലെ തന്നെ ഇന്റർനെറ്റ് വിച്ഛേദമടക്കം ഇപ്പോഴും നിലനിൽക്കുകയാണ്. സാധാരണ നിലയുടെ 1% മാത്രമാണ് ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ഇന്റർനെറ്റ് കണക്ടിവിറ്റി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ടെഹ്റാനിൽ സെയ്ദ് ഖണ്ഡാൻ അതുപോലെ തന്നെ ഖസർ തുടങ്ങിയ മേഖലകളിൽ അതുപോലെ തന്നെ മോട്ടഹാരി സ്ട്രീറ്റ്, വനാക് സ്ക്വയർ തുടങ്ങിയ ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങളുടെ ശബ്ദം കേൾക്കുന്നതായാണ് IRNA റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഇറാൻ സർക്കാർ നടത്തുന്ന വാർത്താ ഏജൻസിയാണ്, അതായത് ഒരു സ്റ്റേറ്റ് റൺ മീഡിയയാണ്. അവർ റിപ്പോർട്ട് ചെയ്യുന്നത് ടെഹ്റാനിലും സയ്യിദ് ഖണ്ഡാൻ, ഖസർ, വനാക് സ്ക്വയർ, മോട്ടഹാരി സ്ട്രീറ്റ് തുടങ്ങിയ ഇടങ്ങളിൽ മിസൈൽ അല്ലെങ്കിൽ വ്യോമാക്രമണങ്ങളുടേതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വളരെ ഭയാനകമായ സ്ഫോടന ശബ്ദങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ US ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് ശേഷം ടെഹ്റാന്റെ ഹൃദയം തകർത്തു എന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നത്. അതായത് ടെഹ്റാന്റെ ഹൃദയഭാഗത്ത് തന്ത്രപ്രധാനമായ ഏരിയകളിൽ ആക്രമണം നടത്തി എന്ന് തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടെലഗ്രാമിൽ പ്രസിദ്ധീകരിച്ച പ്രസ്താവനയിലാണ് ഈ ഒരു ആരോപണം അല്ലെങ്കിൽ ഈ ഒരു പ്രസ്താവന ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ആക്രമണങ്ങളിൽ ഇറാന്റെ ഹൃദയം അല്ലെങ്കിൽ ടെഹ്റാന്റെ ഹൃദയം തകർത്തു തങ്ങൾ എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ അവകാശപ്പെടുന്നത്. മാത്രമല്ല സർക്കാർ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ സർക്കാർ സൈറ്റുകളാണ് തങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്ന് ഇസ്രായേൽ ഇപ്പോൾ ഈ ടെലഗ്രാം പ്രസ്താവനയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാരിന്, അതായത് പ്രതിരോധ മന്ത്രാലയം, ഇന്റലിജൻസ് മന്ത്രാലയം, ആണവോർജ ഗവേഷണ ഏജൻസി, അതായത് ന്യൂക്ലിയർ പവർ റിസർച്ച് ആൻഡ് സെന്റർ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ സൈനിക നിലയം തുടങ്ങിയ ന്യൂക്ലിയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് ആണവ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് തങ്ങൾ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും ഇപ്പോൾ ഇസ്രായേൽ പറയുന്നു. ആയത്തുള്ള അലി ഖമനയുടെ ഓഫീസ് തകർക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുന്നത്. തലസ്ഥാനമായ ടെഹ്റാനിലെ സർക്കാർ കെട്ടിടങ്ങളടക്കം തകർത്തു എന്നാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത്. ഏകദേശം 200-ലധികം താമസക്കാരെയാണ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. 40-ലധികം കെട്ടിടങ്ങൾക്ക് നാശനഷ്ടമുണ്ടായി എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അതുല്യ രാമചന്ദ്രനാണ്.